നാഗകന്യക 3യുടെ എപ്പിസോഡ് 6ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശേഷം യുവിയെ അന്വേഷിച്ച് സുമിത്രയും സൈകളും യുവിയുടെ റൂമിലേക്ക് പോവുകയാണ്. സുമിത്ര യുവി എന്ന് വിളിച്ചുകൊണ്ട് റൂം മുഴുവൻ നോക്കുകയാണ്. റൂമിൽ യുവിയെ കാണാത്തത് കാണുന്ന സുമിത്ര മഹിയോട് യുവിയെ ഫോണിൽ വിളിച്ചു നോക്കിയോ എന്ന് ചോദിക്കുകയാണ്. യുവിയുടെ എക്സ് ഗേൾഫ്രണ്ടുമായി ഒളിച്ചോടിപ്പോയി എന്ന് മഹി പറയുന്നത് കേൾക്കുന്ന സുമിത്രയും സൈകളും ഞെട്ടി നിൽക്കുകയാണ്. CCTV എല്ലാം പരിശോധിച്ചപ്പോൾ യുവി റാവിയുമായാണ് പോയതെന്നും മാനേജർ കണ്ടു എന്നും പറയുകയാണ് മഹി. താഴെ എല്ലാവരും കാത്തിരിക്കുകയാണ്. ക്ഷണിച്ചവരെല്ലാം അവിടെയുണ്ട്. നമ്മുടെ അഭിമാനം, പിന്നെ ബേല ഒരുങ്ങിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പിറുപിറുത്ത് സുമിത്ര കരയുകയാണ്. മഹി സുമിത്രയെ സമാധാനിപ്പിക്കുകയാണ്. എനിക്ക് കുറച്ച് സമയം തന്നാൽ മതി, ഞാൻ എല്ലാം ശരിയാക്കാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് മഹി പോവുകയാണ്. അത് കാണുന്ന സുമിത്ര പുറത്ത് കാലാവസ്ഥ മോശമായി വരികയാണ്. യുവി എവിടെ പോയതായിരിക്കും എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് സുമിത്ര. സൈകൾ സുമിത്രയോട് മുഹൂർത്ത സമയമാകുമ്പോൾ തന്നെ യുവി തിരിച്ചു വന്നില്ല എങ്കിൽ എന്റെ അഭിമാനമാണ് നഷ്ടപ്പെടുന്നത്. യുവി എന്റെ ലീഗൽ സണ്ണാണ്. യുവി എന്ത് ചെയ്താലും അത് എന്നെ ബാധിക്കുമെന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് സൈകൾ. മറുവശത്ത് ഒരു ദൈവത്തിനെ വിളിച്ചിട്ടും കാര്യമില്ല, ഇവിടെ വിധി തീരുമാനിക്കുന്നത് ഞാനാണ്, ഇത് എന്റെ കോടതിയാണ് എന്ന് പറഞ്ഞ് വിശാഖ 10 പേരുടെയും ഫോട്ടോ വെച്ചിരിക്കുന്ന സ്ഥലത്ത് പോവുകയാണ്. എന്നിട്ട് വിശാഖ ഫോട്ടോയിൽ നോക്കിയിട്ട് ഇവരെല്ലാവരും തെറ്റുകാരാണ്, അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും മരിക്കേണ്ടവരാണ് എന്ന് പറഞ്ഞ് യുവിയുടെ ഫോട്ടോയിൽ X മാർക്ക് ഇടുകയാണ്. ശേഷം ആദിയുടെ ഫോട്ടോയുടെ അടുത്ത് പോകുന്ന വിശാഖ ആദിയുടെ ഫോട്ടോയിൽ നോക്കിയിട്ട് ഇനി അടുത്തത് ആദിയാണെന്ന് പറഞ്ഞ് വിശാഖ ആദിയുടെ കഴുത്തിൽ കത്തിയോണ്ട് മുറിക്കുകയാണ്. ആ സമയം ആദിയുടെ കഴുത്തിൽ അടയാളം ഉണ്ടാവുകയാണ്. ആദിയുടെ കഴുത്തിലെ അടയാളം അവിടെയുള്ള എല്ലാവരും ശ്രദ്ധിക്കുകയാണ്. അവർ ഓരോന്നും പറഞ്ഞ് ആദിയെ കളിയാക്കുകയാണ്. ശേഷം അവരെല്ലാവരും ചേർന്ന് ഫോട്ടോസ് എടുക്കുകയാണ്. എന്നിട്ട് RJ യുവിയുടെ എക്സ് ഗേൾഫ്രണ്ടായ റാവിയെ കുറിച്ച് ഓരോന്നും പറയുകയാണ്. റാവി ഹോട്ടാണെന്നും അങ്ങനെ ഓരോന്നും പറയുകയാണ്. യുവിയെ ഇവിടെ കാണാനില്ല, യുവി റാവിയുടെ കൂടെയായിരിക്കും ഉറപ്പാണ്, ബെറ്റ് 5000 എന്ന് റിഹാൻ എല്ലാവരോടും പറയുകയാണ്. അപ്പോൾ അവരെല്ലാവരും വിശാഖ അവിടെ ഇല്ല എന്ന് ശ്രദ്ധിക്കുകയാണ്. വിശാഖയെ റിഹാൻ ഫോണിൽ വിളിക്കുകയാണ്. റിഹാന്റെ കാൾ എടുക്കുന്ന വിശാഖയോട് റിഹാൻ വെഡിങ്ങിന് വരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ചടങ്ങുകൾ തുടങ്ങിയോ എന്ന് വിശാഖ ചോദിക്കുമ്പോൾ യുവി ഇതുവരെയായിട്ടും വന്നിട്ടില്ല, ഞങ്ങൾ 5000 രൂപ ബെറ്റ് വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന വിശാഖ ഞാൻ 5 ലക്ഷത്തിന് ബെറ്റ് വെക്കുന്നു, എന്നിട്ട് ശരിയായ സമയമാകുമ്പോൾ അവിടെ വരുമെന്നും പറയുകയാണ് വിശാഖ. ശേഷം സൈകൾ സുമിത്രയോട് വിവാഹം കഴിഞ്ഞാലുടൻ കോടികളുടെ ഡീല് നടത്താനുള്ളതാണ്, ഇനി അവരോട് ഞാൻ എന്ത് പറയുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ സുമിത്ര സൈകളിനോട് നമുക്ക് അവരോട് ഇപ്പോൾ സമയം ശരിയല്ല എന്നോ ജാതകത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നോ മുഹൂർത്ത സമയം നോക്കിയതിൽ കുഴപ്പമുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും അവരോട് പറയാമെന്ന് പറയുകയാണ്. ഈ ബിസിനസ് നടന്നില്ല എങ്കിൽ ഇതിനു വേണ്ടി ചിലവാക്കിയ ക്യാഷ് മുഴുവൻ നഷ്ടപ്പെടും, മീഡിയക്കാർ ഒരു വിഷയം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് സൈകൾ നിൽക്കുന്ന സമയം അവിടേക്ക് തലപ്പാവ് കൊണ്ട് മുഖം മറച്ച് മഹി വരികയാണ്. വരുന്നത് യുവിയാണെന്ന് തെറ്റിദ്ധരിക്കുന്ന സുമിത്ര യുവിയോട് ഇത്രയും നേരം എവിടെയായിരുന്നു, ഞങ്ങൾ എല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മഹി തലപ്പാവ് മാറ്റി മുഖം കാണിക്കുകയാണ്. മഹിയെ കാണുന്ന സൈകൾ സുമിത്രയും ഞെട്ടി നിൽക്കുകയാണ്. യുവിയെ കിട്ടാത്തത് കൊണ്ടാണ് മഹി ഇങ്ങനെ ഒരു സാഹസത്തിന് ഇറങ്ങിയതെന്ന് സൈകളിന് മനസ്സിലാവുകയാണ്. ഞാൻ ഡാഡിക്ക് വേണ്ടിയല്ല ഇതെല്ലാം ചെയ്യുന്നത്, ബേലയ്ക്ക് വേണ്ടിയാണ്. ബേലയോട് ഞാൻ പറഞ്ഞതാണ് വിവാഹത്തിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന്, എനിക്ക് എന്റെ വാക്കിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല ഡാഡി എന്ന് പറയുകയാണ് മഹി. അത് കേട്ട് അവിടെ നിന്ന് സൈകൾ പോകുന്നു. സുമിത്ര ആലോചിച്ചിട്ടാണോ നീ ഈ ഒരു തീരുമാനം എടുത്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നന്നായി ആലോചിച്ചിട്ടാണ് ഈ തീരുമാനം എടുത്തത്, ഇതല്ലാതെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് മഹി സുമിത്രയോട് ചോദിക്കുന്നത് കേൾക്കുന്ന സുമിത്ര മഹിയുടെ തീരുമാനത്തിൽ ഒപ്പം നിൽക്കുകയാണ്. ഈ സമയം മണ്ഡപത്തിൽ ബേലയും യുവിയും കാണാത്തത് കൊണ്ട് സുഹാനി ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ അവിടെ വരുന്ന വിശാഖ യുവി അവിടെ നിന്ന് ഓടിപ്പോയി എന്ന് പറയുകയാണ്. അത് കേട്ട് എല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്ക് സൈകളും സുമിത്രയും കൂടി മഹിയെ അവിടേക്ക് കൊണ്ടുവരികയാണ്. മഹി തലപ്പാവ് വച്ചിരിക്കുന്നത് കൊണ്ട് എല്ലാവരും യുവിയാണ് വരുന്നതെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. വിശാഖയും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. യുവി വരുന്നത് കാണുന്ന വിശാഖ യുവിയെ കൊന്നത് ഓർമ്മിക്കുകയാണ്. യുവിയെ കണ്ട് ഷോക്കിൽ നിൽക്കുന്ന വിശാഖയുടെ അടുത്ത് വരുന്ന റിഹാൻ വിശാഖ ബെറ്റിൽ തോറ്റുപോയി എന്നും പറഞ്ഞ് കളിയാക്കുകയാണ്. ഈ സമയം ബേല ഒരുങ്ങി അവിടേക്ക് വരികയാണ്. ബേല വരുന്നത് കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് വിശാഖ. ബേല മണ്ഡപത്തിൽ കയറുന്നതിന് മുമ്പ് മഹി എവിടെയെന്ന് സുമിത്രയോട് ചോദിക്കുകയാണ്. സുമിത്ര മുഹൂർത്ത സമയം അടുത്തു എന്ന് പറഞ്ഞ് ബേലയെ മഹിയുടെ അടുത്ത് ഇരുത്തുകയാണ്. യുവിയെ ഞാൻ കൊന്നതല്ലേ, അപ്പോൾ ഈ തലപ്പാവ് വച്ചിരിക്കുന്നത് ആരായിരിക്കും എന്ന് പറഞ്ഞ് ആലോചിച്ച് നിൽക്കുകയാണ് വിശാഖ. ബേല അടുത്തിരിക്കുന്ന യുവിയെ നോക്കുകയാണ്. മഹിയുടെ കയ്യിലെ വാച്ച് കണ്ട് ഡൗട്ട് തോന്നുന്ന ബേല മഹിയുടെ മുഖത്ത് നോക്കുകയാണ്. അപ്പോൾ തലപ്പാവ് കാറ്റുകൊണ്ട് കുറച്ച് മാറുമ്പോൾ മഹിയുടെ ഫേസ് കാണുന്ന ബേലയ്ക്ക് യുവിക്ക് പകരം മഹിയാണ് അടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാവുക
പോവുകയാണ്. ബേല മഹി എന്ന് വിളിക്കുന്നത് കേട്ട് എല്ലാവരും ഞെട്ടുകയാണ്. ബേല തലപ്പാവ് മാറ്റി നോക്കുകയാണ്. അത് കണ്ട് എല്ലാവരും ഷോക്ക് അടിച്ചതുപോലെ നിൽക്കുകയാണ്. വിശാഖ സന്തോഷത്തോടെ നിൽക്കുകയാണ്. ബേല യുവി എവിടെ പോയി എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുകയാണ്. യുവി ഒളിച്ചോടി പോയി എന്ന് മഹി പറയുന്നത് കേട്ട് ഷോക്കിൽ നിൽക്കുന്ന ബേല മഹിയോട് നിങ്ങൾ ഉള്ളിടത്തോളം എന്റെ ജീവിതത്തിൽ തെറ്റായി ഒന്നും സംഭവിക്കില്ല എന്ന് എനിക്ക് വാക്ക് തന്നതല്ലേ, എന്നിട്ട് എന്റെ അടുത്ത് വന്നിരുന്ന് നിങ്ങൾ ചെയ്യാൻ പോയത് തെറ്റല്ലേ എന്ന് പറഞ്ഞ് ബേല അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. ബേല പോകുന്നത് കാണുന്ന ബേലയുടെ അച്ഛൻ തളർന്നു വീഴുകയാണ്. ഇതെല്ലാം കണ്ട് ഇൻവെസ്റ്റേഴ്സ് അവിടെ നടന്നതെല്ലാം ചർച്ച ചെയ്യുന്നത് കാണുന്ന സൈകൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും ബേലയെ തിരിച്ചു കൊണ്ടുവരാൻ സുമിത്രയോട് പറയുകയാണ്. അത് കേൾക്കുന്ന സുമിത്ര അവിടെ നിന്ന് പോകുന്നു. സുമിത്ര പോകുന്നത് കാണുന്ന പൗർണമി പൂജാരിയോട് മന്ത്രം പറയാൻ പറഞ്ഞിട്ട് ആരെ വിവാഹം നടന്നില്ലെങ്കിൽ ഇവിടെ എന്റെ മകന്റെ വിവാഹം നടക്കുമെന്ന് പറയുകയാണ്. മറുവശത്ത് വിവാഹ ഡ്രസ്സ് എല്ലാം മാറ്റിയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഹോട്ടലിന്റെ പുറത്തേക്ക് പോകുന്ന ബേലയുടെ പുറകെ സുമിത്ര പോവുകയാണ്. സുമിത്ര ബേലയോട് നിന്റെ നല്ലതാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്, മഹി നല്ല മനുഷ്യനാണ്, യുവി ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ പറയുകയാണ് സുമിത്ര. സുമിത്ര പറയുന്നതൊന്നും കേൾക്കാതെ പോകുമെന്ന് പറഞ്ഞു നിൽക്കുകയാണ് ബേല. ആ സമയം ബേലയുടെ അച്ഛൻ ശർമ്മ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നത് കാണുന്ന ബേല അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് അച്ഛന്റെ പുറകെ പോവുകയാണ്. അതെല്ലാം കണ്ട് വിഷമിച്ച് നിൽക്കുകയാണ് സുമിത്ര. മറുവശത്ത് പ്രഥമിന്റെയും സുഹാനിയുടെയും വിവാഹം നടക്കുകയാണ്. അതെല്ലാം കണ്ട് സൈകൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. യുവി കാരണം എന്റെ എല്ലാ ഇമേജും തകർന്നു എന്ന് പറഞ്ഞ് വിഷമിച്ച് നിൽക്കുന്ന സൈകളിനോട് ശേഖർ നിന്റെ പ്രശ്നത്തിലുള്ള ബെറ്റർ ഓപ്ഷൻ ഞാൻ പറയാം, നിന്റെ വീട്ടിൽ വരുന്ന മരുമകൾ ബെറ്റർ മരുമകൾ മാത്രമല്ല ബെറ്റർ ഇൻവെസ്റ്റർ കൂടി ആയാലോ എന്ന് ചോദിക്കുകയാണ്. അത് ആരാണെന്ന് സൈകൾ ചോദിക്കുന്ന സമയം വിശാഖ റൂമിൽ സൈകളിനെ കാത്ത് നിൽക്കുകയാണ്. ശേഖർ സൈകളിനോട് വിശാഖയുടെ പ്രപ്പോസൽ പറഞ്ഞ കാര്യം വിശാഖ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് വിശാഖ സൈകൾ വരുന്നത് നോക്കി നിൽക്കുന്നത്. അവസാന സൈകൾ ഡോറിൽ തട്ടുന്നത് കേൾക്കുന്ന വിശാഖ ഡോർ തുറക്കുമ്പോൾ സൈക്കിൾ വിശാഖയോട് വിശാഖയ്ക്ക് വേണ്ടി ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. അത് കേട്ട് അന്തം വിട്ടതുപോലെ നിൽക്കുകയാണ് വിശാഖ. ശേഷം സൈക്കിളിന്റെ അടുത്ത് വരുന്ന സുമിത്ര സൈക്കിളിനോട് ഞാൻ ബേലയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ്, പക്ഷേ ബേല സമ്മതിക്കുന്നില്ല എന്ന് പറയുകയാണ്. അത് കുഴപ്പമില്ല, മഹിക്ക് വേണ്ടി എന്റെ പക്കൽ ബെറ്റർ ഓപ്ഷൻ ഉണ്ട്, മഹിക്ക് വേണ്ടി പുതിയൊരു വധു ഇവിടെ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് സൈക്കിൾ വിശാഖയെ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് കണ്ട് ഷോക്കിൽ നിൽക്കുകയാണ് സുമിത്ര. സൈക്കിൾ സുമിത്രയെ വഴക്കു പറയുകയാണ്. യുവിയുടെ സ്വഭാവം നേരത്തെ സുമിത്രയ്ക്ക് അറിയാമായിരുന്നു. യുവിയുടെ ജീവിതത്തിൽ ബേല വന്നാൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. ഇപ്പോൾ വധുവും വരനും മാറി, ഇനി പഴയ കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ്. യുവി മണ്ഡപത്തിൽ ഉപേക്ഷിച്ചിട്ട് പോയ ബേലയെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ബേലയ്ക്ക് വേണ്ടിയാണ് മഹി വിവാഹത്തിന് സമ്മതിച്ചത്. മഹിക്ക് പണക്കാരിയായ വിശാഖയിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല. മഹി ഈ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുകയാണ് സുമിത്ര. ഈ വിവാഹം ഒരിക്കലും ക്യാൻസൽ ആകാൻ പാടില്ല. ക്യാൻസൽ ആയാൽ ഇവിടെ വന്നിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഞാനുമായുള്ള ഡീല് ക്യാൻസൽ ചെയ്യും. മഹി വധു വിശാഖയാണെന്ന് അറിയണ്ട എന്ന് പറയുകയാണ് സൈകൾ. അത് കേട്ട് വിഷമിച്ച് നിൽക്കുകയാണ് സുമിത്ര. ശേഷം മഹിയുടെ അടുത്ത് പോകുന്ന സുമിത്ര റെഡിയായി മണ്ഡപത്തിലേക്ക് വരാൻ മഹിയോട് പറയുകയാണ്. മഹി ബേല സമ്മതിച്ചു എന്ന് ചോദിക്കുമ്പോൾ മുഹൂർത്തത്തിന് സമയമായി എന്ന് പറഞ്ഞ് സുമിത്ര മഹിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ശേഷം വിശാഖയുടെ മുഖം ഷോൾ കൊണ്ട് മറിച്ച് സുമിത്രയും സൈക്കിളും കൂടി വിശാഖയെ കൊണ്ട് മണ്ഡപത്തിലേക്ക് പോവുകയാണ്. മണ്ഡപത്തിലേക്ക് പോകുന്ന വഴി വിശാഖ ഷോളിന്റെ അകത്ത് കൂടി 8 പേരെയും നോക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും കഷ്ടകാലവും എന്റെ പ്രതികാരത്തിന്റെ നല്ല കാലവും തുടങ്ങിക്കഴിഞ്ഞു, ഞാൻ ഒരിക്കലും ഒന്നും മറക്കില്ല എന്ന് പറഞ്ഞ് വിശാഖ മണ്ഡപത്തിൽ ഇരിക്കുകയാണ്. അവിടെ നിൽക്കുന്നവരെല്ലാവരും മഹിയും വിചാരിച്ചിരിക്കുന്നത് മണ്ഡപത്തിലിരിക്കുന്നത് ബേല എന്നാണ്. ശേഷം പൂജാരി മന്ത്രം പറയുകയാണ്. സൈക്കിൾ ഇൻവെസ്റ്റേഴ്സിന് ഇന്ത്യൻ വെഡിങ്സിനെ കുറിച്ച് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ്. വിവാഹത്തിന്റെ ചടങ്ങുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വിശാഖ എല്ലാവരെയും ഷോളിന്റെ അകത്തുകൂടി നോക്കുകയാണ്. അപ്പോൾ റാവി നിൽക്കുന്നത് വിശാഖ കാണുന്നു. റാവിയെ കാണുന്ന വിശാഖ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. റാവിയെ ആരെങ്കിലും കണ്ടാൽ യുവി റാവിയുടെ കൂടെ അല്ല പോയതെന്ന് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് മനസ്സിൽ പറഞ്ഞിരിക്കുന്ന വിശാഖ ആരും കാണാതെ ഹോമത്തിലേക്ക് ഒരു തുണി എടുത്തിട്ട് അവിടെ തീ കത്തിക്കുകയാണ്. തീ കണ്ട് എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. ഈ സമയം റാവി മഹി മണ്ഡപത്തിലിരിക്കുന്നത് കാണുന്നു. എല്ലാവരും തീ കണ്ട് പേടിച്ച് ഓടുകയാണ്. റാവി ഇതെല്ലാം കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. എല്ലാവരുടെയും ശ്രദ്ധ മാറുന്നത് കാണുന്ന വിശാഖ റാവിയുടെ അടുത്തേക്ക് പോകുന്നു. വിശാഖ ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞ് റാവിയെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. റാവി വിശാഖയോട് ഇവിടെ യുവിയുടെയും ബേലയുടെയും വിവാഹമല്ലേ നടക്കേണ്ടത്, പിന്നെ നിന്റെയും മഹിയുടെയും വിവാഹം നടക്കുന്നത് എങ്ങനെയാണ്, ഇവിടെ ആരുടെയെല്ലാം വിവാഹമാണ് നടക്കുന്നത്, ഞാൻ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആണ് എന്ന് റാവി പറയുന്നത് കേൾക്കുന്ന വിശാഖ റാവിയോട് നീ പോയതിന്റെ പുറകെ യുവി ഇവിടെ നിന്നും പോയി, യുവിക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞാണ് ഇവിടെ നിന്നും പോയതെന്ന് പറഞ്ഞ് റാവിയെ വിളിച്ചുകൊണ്ട് വിശാഖ പഴയ പാലസിലേക്ക് പോവുകയാണ്. പാലസ് കാണുന്ന റാവി വിശാഖയോട് ഇവിടെ വന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണ്. റാവിക്ക് പാലസ് കണ്ടിട്ട് ഇൻട്രസ്റ്റ് ആയി നിൽക്കുകയാണ്. റാവി വിശാഖയോട് ഓരോന്നും ചോദിക്കുകയാണ്. വിശാഖ റാവിയോട് യുവി കുറച്ചു ദിവസമായി എന്റെ പുറകിലായിരുന്നു, എന്നിട്ട് ബേല വിവാഹം കഴിക്കാൻ പോയി, പക്ഷെ യുവിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് വിശാഖയുടെ കണ്ണിന്റെ നിറം മാറുകയും കയ്യിലെ സ്കിന്ന് നാഗത്തിന്റെ സ്കിൻ ആവുകയും ചെയ്യുകയാണ്.
അത് കണ്ട് പേടിച്ച് അലറി വിളിച്ചുകൊണ്ട് റാവി അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. റാവി പോകുന്നത് കാണുന്ന വിശാഖ നാഗമാവുകയും ശേഷം പകുതി നാഗമായി മാറി റാവിയുടെ പുറകെ പോവുകയും ചെയ്യുന്നു. റാവിയുടെ അടുത്ത് വരുന്ന വിശാഖയെ കണ്ട് റാവി ബോധം കെട്ട് വീഴുകയാണ്. അത് കാണുന്ന വിശാഖ റാവിയെ വാലുകൊണ്ട് ചുറ്റി ഡോറിന്റെ പുറത്തേക്ക് വലിച്ചെറിയുകയാണ്. എന്നിട്ട് റാവിക്ക് ബോധം വരുമ്പോൾ റാവിക്ക് ഒന്നും ഓർമ്മ കാണില്ല എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് വിശാഖ. അടുത്ത സീനിൽ വിശാഖ നാഗമായി മാറി ഹോട്ടലിലേക്ക് വരികയും ശേഷം വിശാഖയായി മാറുകയും ചെയ്യുന്നു. വിശാഖ മണ്ഡപത്തിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ പൂജാരി മന്ത്രം പറയുന്നത് കേൾക്കുന്ന വിശാഖ ഓടി മണ്ഡപത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ആരുടെ വിവാഹമാണ് നടക്കുന്നതെന്ന് ടെൻഷനോടെ നോക്കുകയാണ് വിശാഖ. വിശാഖ മണ്ഡപത്തിൽ മഹി ഇരിക്കുന്നത് കാണുന്നു. മഹിയുടെ അടുത്ത് ഇരിക്കുന്നത് ആരാണെന്ന് ആലോചിച്ച് വിശാഖ നിൽക്കുമ്പോൾ സുമിത്ര വിശാഖയുടെ കൈ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് സുമിത്ര വിശാഖയോട് അവിടെ ഇരിക്കുന്നത് മഹിയുടെ വധുവായ ബേലയാണെന്ന് പറയുകയാണ്. അപ്പോൾ ബേല അവിടെ ഇരിക്കുന്നത് കാണുന്ന വിശാഖ ടെൻഷനോടെ സുമിത്രയോട് ബേല ഇവിടെ നിന്ന് പോയതല്ലേ, പിന്നെ എന്തിനാണ് അവൾ തിരിച്ചു വന്നതെന്ന് ചോദിക്കുകയാണ്. എന്റെ ഹസ്ബൻഡ് നിന്നെ സെലക്ട് ചെയ്തത് പെട്ടെന്നുണ്ടായ തീരുമാനമായിരുന്നു. പക്ഷെ എനിക്ക് എന്റെ മഹിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. ഭഗവാന്റെ തീരുമാനം ഇതായിരുന്നു. അതാണ് മണ്ഡപത്തിൽ തീ പിടിച്ചതും പെട്ടെന്ന് നിന്നെ ഇവിടെ ഒന്ന് കാണാതാവുകയും ചെയ്തത്. അപ്പോഴാണ് ഞാൻ പോയി ബേലയെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നത് എന്ന് പറഞ്ഞ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ബേലയുടെ അച്ഛൻ പാലത്തിന്റെ മുകളിൽ നിന്ന് മരിക്കാൻ വേണ്ടി ചാടുമ്പോൾ അച്ഛനെ രക്ഷപ്പെടുത്താൻ ബേലയും പുറകെ ചാടുകയാണ്. അതെല്ലാം കണ്ട് പേടിച്ച് അലറി വിളിക്കുകയാണ് സുമിത്ര. ബേല ശർമ്മയെ രക്ഷപ്പെടുത്തി കരയിലേക്ക് കൊണ്ടുവരുന്നു. ശർമ്മ മകളുടെ ജീവിതം തകർന്നു എന്ന് പറഞ്ഞ് കരയുകയാണ്. വിവാഹം കഴിഞ്ഞില്ലെങ്കിൽ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ലേ അച്ഛാ, ഈ ലോകം വലുതല്ലേ എന്നൊക്കെ പറയുകയാണ് ബേല. പക്ഷേ ഈ ലോകത്തിലുള്ളവർ വിവാഹം കഴിക്കാത്തവരെ കുറിച്ച് പല കഥകൾ പറഞ്ഞുണ്ടാക്കും. ഇന്ന് നിനക്ക് സംഭവിച്ച നാണക്കേട് ഓർത്താൽ എനിക്ക് ഇനി ജീവിക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ശർമ്മ വീണ്ടും വെള്ളത്തിലേക്ക് ചാടാൻ ശ്രമിക്കുകയാണ്. അത് കാണുന്ന സുമിത്ര, നിങ്ങളുടെ വിഷമങ്ങൾക്ക് എല്ലാം കാരണം ഞാനാണ് യുവിയുമായുള്ള ബേലയുടെ വിവാഹം ഉറപ്പിച്ചത്. പക്ഷെ യുവി മഹിയെ പോലെ അല്ല. നിങ്ങളെ ചതിക്കാൻ വേണ്ടിയല്ല മഹി ഇന്ന് മണ്ഡപത്തിൽ ഇരുന്നത്. ബേല ഒറ്റപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് മഹി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ചില കൊടുങ്കാറ്റുകൾ വരുന്നത് ജീവിതം നശിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലേക്കുള്ള വഴിയിലെ തടസ്സങ്ങൾ മാറ്റി നമ്മൾ കാണാതെ പോയത് കാണാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് സുമിത്ര കൈതൊഴുതുകൊണ്ട് ശർമ്മയോട് ഈ വിവാഹത്തിന് സമ്മതിക്കണമെന്ന് കരഞ്ഞു പറയുകയാണ്. ഈ കാര്യങ്ങളെല്ലാം സുമിത്ര വിശാഖയോട് പറയുകയാണ്. നീ പെട്ടെന്ന് മണ്ഡപത്തിൽ നിന്ന് പോയത് കൊണ്ടാണ് ഇതെല്ലാം നടന്നത്, ഇല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. അപ്പോൾ നിനക്ക് ഇതിലൊരു പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ബേലയെ വിളിച്ചുകൊണ്ട് വരുന്നത് കാണുന്ന സൈകൾ സുമിത്രയെ വഴക്കു പറയുകയാണ്. സുമിത്ര ബേലയോട് റൂമിൽ ബേല വെച്ചിട്ട് പോയ ഡ്രസ്സും ഓർണമെന്റ്സും എല്ലാം അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, ബേല പോകുന്നത് ആരും കാണരുതെന്ന് പറയുമ്പോൾ ബേലയും ശർമ്മയും അവിടെ നിന്ന് പോകുന്നു. അവർ പോകുന്നത് കാണുന്ന സുമിത്ര സൈകളിനോട് മഹിക്കും ഇവിടെയുള്ള ആർക്കും മഹിയുടെ കൂടെ മണ്ഡപത്തിലിരുന്നത് വിശാഖയാണെന്ന് അറിയില്ല, അതുമല്ല വിശാഖ ഇവിടെ ഒന്നും കാണാനില്ല എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന സൈകൾ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. ശേഷം പ്രസന്റിൽ വിവാഹ ചടങ്ങുകൾ നടക്കുകയാണ്. ബേലയും മഹിയും ഹോമത്തിന് ചുറ്റും നടന്ന് ഓരോ വചനങ്ങൾ പറയുകയാണ്. അതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന വിശാഖ സുമിത്രയോട് നിങ്ങൾ എന്നോട് ചെയ്തത് ഞാൻ ഒരിക്കലും മറക്കില്ല, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്ന് ദേഷ്യത്തോടെ പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന സുമിത്ര വിശാഖയോട് വിശാഖയാണ് മഹിയുടെ വധുവെന്ന് ആരും അറിഞ്ഞിട്ടില്ല, അപ്പോൾ നാണക്കേടിന്റെ പ്രശ്നം നിങ്ങൾക്കുണ്ടാവുന്നില്ല, മഹിക്ക് നിന്നെ ഇഷ്ടവുമല്ല, അപ്പോൾ ഇവിടെ പ്രണയത്തിന്റെ പ്രശ്നവും ഇല്ല, പിന്നെ എന്തിനാണ് നിനക്ക് ഇത്രയും ദേഷ്യം വരുന്നത്? എനിക്കറിയാം നിന്റെ പ്ലാൻ എന്താണെന്ന്. ഒരു അമ്മയും മക്കൾക്ക് പ്രശ്നമുണ്ടാകുന്നത് നോക്കി നിൽക്കില്ല. ആ പ്രശ്നത്തെ മക്കളുടെ അടുത്ത് നിന്ന് ഏത് വഴിയിലൂടെയും ഒഴിവാക്കാൻ മാത്രമേ നോക്കുകയുള്ളൂ. അതാണ് ഞാനും ചെയ്തത് എന്ന് സുമിത്ര പറയുന്നത് കേൾക്കുന്ന വിശാഖ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ഈ സമയം പൂജാരി വരന്റെ അമ്മയെ ചടങ്ങ് ചെയ്യാൻ വിളിക്കുമ്പോൾ സുമിത്ര മണ്ഡപത്തിലേക്ക് പോവുകയാണ്. മഹി ബേലയ്ക്ക് സുന്ദരമിട്ട് കൊടുക്കുന്നത് കാണുന്ന വിശാഖ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ശേഷം മഹി ബേലയ്ക്ക് താലി കെട്ടി കൊടുക്കുകയാണ്. താലി കെട്ടുമ്പോൾ മഹി ബേലയോട് ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്, നിനക്കൊരു പ്രശ്നവും ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ബേല ശർമ്മയെ നോക്കുകയാണ്. ശർമ്മ സന്തോഷത്തോടെ നിൽക്കുന്നത് ബേല കാണുകയാണ്. വിവാഹം മംഗളമായി നടന്നു. ഇനി മുതിർന്നവരുടെ ആശീർവാദം വാങ്ങാൻ പൂജാരി അവരോട് പറയുകയാണ്. ബേലയെ കാണുന്ന ശേഖറിന്റെ മകൾ ബേല കാരണം എന്റെ സ്വപ്നമായ എന്റെ മഹി എനിക്ക് നഷ്ടപ്പെട്ടു, ഐ ഹേറ്റ് ബേല എന്ന് മനസ്സിൽ പറഞ്ഞു നിൽക്കുകയാണ് അനു. അടുത്ത സീനിൽ ഗൃഹപ്രവേശത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. അപ്പോൾ അവിടേക്ക് മഹിയും ബേലയും വരുന്നു. അവിടെ വരുന്ന ശർമ്മ ബേലയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ സമയം സുഹാനിയോട് ബേലയെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട് ശർമ്മ അവിടെ നിന്ന് പോകുന്നു. ആ സമയം പൗർണമി പ്രഥമിനെയും സുഹാനിയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ്. ശേഷം സുമിത്ര മഹിക്കും ബേലയ്ക്കും ആരതി ഒഴിയുകയാണ്. അപ്പോൾ അവിടെ വിശാഖയും വരുന്നു. വിശാഖയുടെ നാഗത്തിന്റെ കണ്ണ് കാണുന്ന ബേല ആ കാര്യം എല്ലാവരോടും പറയാൻ തുടങ്ങുന്ന സമയം സുമിത്ര ബേലയോട് അകത്തേക്ക് കയറാൻ പറയുകയാണ്. അകത്ത് കയറുന്ന ബേലയുടെ മുന്നിൽ വിശാഖ വരുന്നു. വിശാഖയെ കാണുന്ന സൈകൾ വിശാഖയും ഇന്നും മുതൽ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് പറയുകയാണ്. അത് കേട്ട് സുമിത്രയും മഹിയും കൺഫ്യൂസ്ഡായി നിൽക്കുകയാണ്. റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് വിശാഖ അകത്തേക്ക് കയറി പോവുകയാണ്. മഹി സൈകളിനോട്
വിശാഖയോട് വിശാഖയുടെ കാര്യം ചോദിക്കുമ്പോൾ ഇതെന്റെ ബിസിനസിന്റെ കാര്യമാണെന്നും ഇന്ന് വെഡിങ് കഴിഞ്ഞതിന്റെ പാർട്ടി ഉണ്ടെന്നും പറയുകയാണ് സൈകൾ. അത് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. വിശാഖയുടെ അടുത്ത ഇര ആരാണെന്നും എങ്ങനെയാണ് വിശാഖ പ്രതികാരം ചെയ്യുന്നതെന്നും അറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്